ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൂച്ചയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇത് കഞ്ചു ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കാറുള്ള നമ്മുടെ വീട്ടിലുള്ളതല്ല, വെളിയിൽ ആരുടെയോ പൂച്ചയാണ്. പക്ഷേ ഇവൾ മിക്കവാറും നമ്മുടെ അടുക്കളവാതിക്കെ മിക്കവാറും ഇവളെ കാണും കേട്ടോ. എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ ഈയിടെ കുറേ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു 1-2 മാസം മുമ്പായിട്ട്. അപ്പോൾ ഞാനതുങ്ങളെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഇവൾ എന്ത് ചെയ്ത് അതിനെല്ലാം കൂടെ പെറുക്കിക്കൊണ്ട് വേറെയും പോയിട്ട് പിന്നെ നമുക്ക് പിന്നെ കാണാൻ കിട്ടിയതേ ഇല്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് തീറ്റയൊന്നും കിട്ടാതായപ്പോഴാണെന്ന് തോന്നുന്നു ഈ ഒരു കുഞ്ഞിനായിട്ട് ഇവിടെ വന്നു. ബാക്കി കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയി കാണും. ഒരെണ്ണം ചത്ത് കഴിഞ്ഞ് ഇങ്ങനെ കടിച്ചു പിടിച്ച് എൻ്റെ അടുക്ക കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ രക്ഷിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു കുഞ്ഞാണ്. അപ്പോൾ ഇത് കേട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് സങ്കടം തോന്നി. ഞാൻ എന്ത് ചെയ്ത് കുറച്ച് നമ്മുടെ പൂച്ചയ്ക്ക് കൊടുക്കുന്ന ഡ്രൈ ഫുഡ് കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ വന്ന് ഭയങ്കര ആക്രാന്തം പിടിച്ച് ഇത് തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഞാനിത് കുറേ നേരം നോക്കി നിന്ന് ഇടയ്ക്കിടയ്ക്ക് പേടിയും ഉണ്ട് ഈ കുഞ്ഞിന്. നമ്മളായിട്ടൊന്നും ഒരു അടുപ്പമൊന്നുമില്ല. ഇതിനെ ഞാൻ ആ കുഞ്ഞിലെ കണ്ടു കഴിഞ്ഞ് ഇപ്പം പിന്നെ ഫസ്റ്റ് ടൈം കാണുന്നത്. അതിന് ദേഹമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കരമായിട്ട് ഒന്നും തിന്നാനില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇതിനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്ത് പറ്റി, ഇനി ഈ കുഞ്ഞും ചത്തുപോയോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു ദിവസം കുറേ ഞാൻ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കിയൊന്നും കാണാനില്ല. അപ്പം പിന്നെ ഒരു നമ്മുടെ കോഴിക്കൂടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഈച്ചയെല്ലാം പറക്കുന്നുണ്ട്. നോക്കിയപ്പോഴത്തേനാണ് ഈ കുഞ്ഞ് അവിടെ കിടക്കുന്നത്. ഭയങ്കര സങ്കടമായിപ്പോയി. തലേന്ന് വന്ന് ഈ തീറ്റയെല്ലാം തിന്നിട്ട് പോയിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേന് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ എന്തായാലും സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു കുഴിയെടുത്ത്, കുഞ്ഞതായതുകൊണ്ടൊരു ചെറിയ കുഴിയുടെ ആവശ്യമേ ഉണ്ടായുള്ളൂ, അതിനെടുത്ത് മൂടി കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഇവളും വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ആ മണ്ണ് മൂടിയപ്പോഴൊന്നും അവൾ അടുത്തോട്ട് വരുവോ അങ്ങനെയൊന്നും ചെയ്തില്ല. അവൾക്കറിയായിരിക്കും ആ കുഞ്ഞ് മരിച്ചുപോയി, ഇനി അത് തിരിച്ചു വരത്തില്ലെന്ന് അവൾക്കറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കാം അവൾ അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് ഞാൻ ചെയ്യുന്നതെല്ലാം നോക്കി അങ്ങനെ ഇരുന്ന് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി. അങ്ങനെ ഞാനതിനെക്കുറിച്ച് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ശവമടക്കി നടത്തി കേട്ടോ. വളരെ സങ്കടകരമായൊരു ദിവസമായിപ്പോയി അത്. മരണപ്പെട്ടു പോയതൊരു കുഞ്ഞു ജീവനാണെങ്കിലും ഭയങ്കര ഒരു വിഷമമായിരുന്നു ആ കുറേ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഉടനെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.